ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 20ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്നുള്ളത്. അങ്ങനെ 5 തരം റിട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ റിട്ടും ഏതാണെന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 റിട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 5 റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതും എന്നെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്ന ക്ലാസ്സിൻ്റെ 2021 മുതൽ 25 വരെ PSC എക്സാമുകളിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ ക്ലാസ് തരുന്നത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പോളായിട്ട് തരുന്നത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും എത്രയും പെട്ടെന്ന് തന്നെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്നുമാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതു ഭാഷയിൽ നിന്നാണ് കടമെടുത്തത്? ലാറ്റിൻ ഭാഷയിൽ നിന്നും കടമെടുത്തതാണ് റിട്ട് എന്ന് പറയുന്ന പദം. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിക്കാം. ഒത്തിരി തവണ PSC ചോദിച്ചൊരു ചോദ്യവുമാണ്, റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാ ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയമാണ് റിട്ട് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 32ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്കും ഭരണഘടനയുടെ 226ാം അനുച്ഛേദ പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ നിലവിലെ ഇന്ത്യൻ ഭരണഘടനയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കും അതേപോലെ തന്നെ സുപ്രീം കോടതിക്കും അധികാരമുള്ള ഈ പറയുന്ന ഘടകമാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അത് 32ഉം, എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 226ാം അനുച്ഛേദമാണുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ റിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പറഞ്ഞു എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടിനെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്നാണ് കടം കൊണ്ടതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയമാണ് റിട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 32ാം അനുച്ഛേദം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 226 അനുച്ഛേദം പറയുന്നത് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്നതിനെ കുറിച്ചുള്ള അവകാശമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് റിട്ടുകളിൽ നമുക്ക് പഠിക്കാനുള്ള അനുച്ഛേദം എന്ന് പറയുന്ന 2 അനുച്ഛേദം. ഒന്ന് 32ഉം ഒന്ന് 226ഉമാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം 2 കോടതികൾക്കുമുണ്ട്. ഒന്ന് സുപ്രീം കോടതി, ഒന്ന് ഹൈക്കോടതി. സുപ്രീം കോടതിക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം 32ഉം, 226ആണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളോടൊപ്പം നിയമ അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ
മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുകയുള്ളൂ. എന്നാൽ മൗലിക അവകാശങ്ങളും നിയമാവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന റിട്ട്, ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ വിശാലമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ അർത്ഥത്തിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്, കാരണം എന്താണ്, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അധികാര പരിധി, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി ഏറ്റവും കൂടുതൽ താഴെ പറയുന്നവയിൽ ഏത് കോടതിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി ഏറ്റവും കൂടുതൽ ഉള്ളത്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസ്കരിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരസിക്കാൻ അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടെ അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവയുടെ ഉള്ളിൽ മാത്രമായി വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തമായിട്ട് വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഏതൊക്കെയാണോ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഈ പറയുന്ന റിട്ടുകളുടെ കാര്യത്തെക്കുറിച്ച് പഠിച്ചിരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കുള്ള അവകാശമാണ് 32. റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കുള്ള അവകാശം 226 അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഹൈക്കോടതിക്കാണ് സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ അധികാര പരിധി ഉള്ളത് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട്. പക്ഷേ സുപ്രീം കോടതി റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടെ അതാത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് റിട്ടുകളെ കുറിച്ച് പഠിക്കാം. അതായത് റിട്ടുകൾ ഓർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡാണ് CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 5 റിട്ടുകൾ അതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് HQ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ CPM HQ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, റിട്ടുകളുടെ നമുക്ക് എന്തായിട്ട് പറയുന്നത്, റിട്ട് പുറപ്പെടുവിക്കാൻ, അതായത് റിട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് CPM HQ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 5 റിട്ടുകൾ എന്ന് ചോദിച്ചാൽ C for certiorari, അതേപോലെ തന്നെ P for prohibition, M for mandamus, അതേപോലെ തന്നെ H for habeas corpus, Q for ഏതാന്ന് ചോദിച്ചാൽ കോവാറന്റോ. അപ്പോൾ CPM HQ എന്ന് ഓർത്തു വെച്ചാൽ റിട്ടുകൾ ആകെ എത്രണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ്. അപ്പോൾ ആ ഏതൊക്കെയാണ് ആ റിട്ടുകൾ എന്ന് ചോദിച്ചാൽ അതാണ് CPM HQ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം ഏതൊക്കെയാണ് 5 തരം റിട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 കോവാറന്റോ, 5 സെർഷ്വററി. ഓക്കെ, ഒത്തിരി തവണ PSC ഈ റിട്ടുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, 5 തരം റിട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 കോവാറന്റോ, 5 സെർഷ്വററി. അപ്പോൾ 5 റിട്ടുകളാണുള്ളത്. അതിൻ്റെ കോഡാണ് CPM HQ എന്ന് ഓർത്തു വെച്ചാൽ മതി. CPM-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തു വെച്ചാൽ 5 റിട്ടുകളും നമുക്ക് കാണാപ്പാഠം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. ഹേബിയസ് കോർപ്പസ്, നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു ആളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിയമവിധേയമല്ലാതെ ആരെ തടങ്കലിന് വെച്ച് കഴിഞ്ഞാലും
അയാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് റിട്ടാണ് കൊടുക്കേണ്ടത്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇപ്പോൾ ഒരാളെ നമുക്ക് കാണുന്നില്ല, അപ്പോൾ ആ ആളെ കണ്ടു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എവിടെയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്? ഏത് റിട്ട് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേബിയസ് കോർപ്പസ് പ്രകാരമാണ്. ഒരാളെ കാണാനില്ലാതായി കഴിഞ്ഞാൽ അയാൾക്കെതിരെ നമ്മൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഹേബിയസ് കോർപ്പസ് റിട്ടാണ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. പൊതുസ്ഥാപനങ്ങൾക്കെതിരായും അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തടവ് നിയമാനുസൃതമാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരാളെ കാണാനായിട്ട് പറ്റുന്നില്ല, അയാളെ നിലവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അയാളെ തടവിന് നിയമാനുസൃതമാണെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമന നടപടിയാണെങ്കിലും ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനായി പറ്റത്തില്ല. തടങ്കലിൽ വയ്ക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിലും പറ്റത്തില്ല. തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനായി പറ്റത്തില്ല. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാഗ്ന കാർട്ടയിലാണ്. 1215 ജൂൺ 15 മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ രാജാവാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ രാജാവാണ്. റണ്ണിമേഡ് മൈതാനം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹേബിയസ് കോർപ്പസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. പൊതുസ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കെതിരായും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളാണ് തടവ് നിയമാനുസൃതമാണെങ്കിൽ, തടവ് നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾ നിയമന നടപടികൾ ആണെങ്കിൽ, തടങ്കലിൽ വയ്ക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാഗ്ന കാർട്ടയിലാണ്. 1215 ജൂൺ 15 ജോൺ രാജാവാണ് ഇതിൽ ഒപ്പുവെച്ചത്. സ്ഥലം റണ്ണിമേഡ് മൈതാനം. ഓക്കെ, അടുത്ത റിട്ടാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡാമസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ മാൻഡാമസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒത്തിരി തവണ ഇങ്ങനെ തന്നെ PSC ചോദിക്കാറുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ മാൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മണ്ഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മണ്ഡാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാം. മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് സ്വകാര്യ വ്യക്തി, സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ സാധിക്കില്ല നിലവിലെന്ത് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കും. അപ്പോൾ പൊതുസ്ഥാപനത്തിനും അതേപോലെ തന്നെ എന്താണ് അതേപോലെ നിലവില് ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അയാൾക്കെതിരെയും നമുക്ക് ഏത് റിട്ട് പുറപ്പെടുവിക്കാം? മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം.
ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർക്കോ എതിരെ സാധിക്കില്ല. സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ സാധിക്കില്ല. ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. നിയമാനുസൃതമല്ലാത്ത പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മാൻഡാമസ് പുറപ്പെടുവിക്കാനായി സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാൻഡാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ഓർത്തു വയ്ക്കുക. നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡാമസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത്രയും മാത്രം പഠിച്ച മക്കളെ നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സാമ്പിൾ സഹിതം നമ്മുടെ അടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനായിട്ട് ചോദിക്കുകയോ അങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം കണ്ടെത്തുക, യു മേ ഹാവ് ദ ബോഡി. മാൻഡാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ്. അതേപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിക്കുന്നതോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തെ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡാമസ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് ഏതെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമായി വരുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഹിബിഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമായി വരുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പ്രൊഹിബിഷൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണ്, അത് തടയുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. കോ വാറന്റോ എന്ന പദത്തിന്റെ അർത്ഥമാണ് എന്തധികാരം. ഓക്കെ, അപ്പോൾ എന്തധികാരം എന്ന് പറയുന്നതാണ് കോ വാറന്റോ എന്ന് പറയുന്ന റിട്ടിന്റെ അർത്ഥം. പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും കോ വാറന്റിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കോ വാറന്റോ റിട്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് കോ വാറന്റോ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത് കോ വാറന്റോ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് സർഷ്യോററി എന്ന് പറയുന്നത്. ഒരു കേസ് കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്നും കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സർഷ്യോററി എന്ന് പറയുന്നത്. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെയാണ് ഈ പറയുന്ന സർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക. മേൽക്കോടതി വിലയിരുത്തുന്നതിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിനാണ് റിട്ട് സർഷ്യോററി ഉപയോഗിക്കുന്നത്. ഇനി സർഷ്യോററി റിട്ട് ആദ്യം ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പിന്നീട് സിവിൽ കേസുകളിലും ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ സർഷ്യോററി റിട്ട് എന്ന് പറയുന്നത് ആദ്യം ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും
പിന്നീട് സിവിൽ കേസുകളിലും ഉപയോഗിച്ചു തുടങ്ങി. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മാൻഡമസും സെർഷ്യോററിയും പ്രൊഹിബിഷനും. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓർത്തു വച്ചോ, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഈ 3 റിട്ടുകളും ഏത് ചെയ്യാൻ പാടില്ല? നിലവിൽ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ് മാൻഡമസ്, സെർഷ്യോററി, അതേപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസും അതേപോലെ തന്നെ കോവാറന്റോവും അതാണ് എന്ത് ചെയ്യാൻ പറ്റത്തില്ലാത്ത. നിലവിൽ ഈ പറയുന്ന പോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. അത് എന്ത് ചെയ്യാം, ഗവൺമെന്റിനും അതേപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കോ ആർക്കെതിരെയും പുറപ്പെടുവിക്കാൻ പറ്റും. ഹെഡ് ക്വാർട്ടേഴ്സ്. CPM എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്തത്. ഓക്കെ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്തതാണ് ഏതൊക്കെയെന്ന് പറയുന്നത് മാൻഡമസും സെർഷ്യോററിയും പ്രൊഹിബിഷനും. ബാക്കി നമ്മുടെ HQ എന്ന് പറയുന്നത് കോവാറന്റോയും ഹേബിയസ് കോർപ്പസും സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ എന്ത് ചെയ്യാം, പുറപ്പെടുവിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണവും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ട്. ഓക്കെ, അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് ഏതൊക്കെ? മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കുമാണ്. ഇതിൻ്റെ അകത്ത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം ഏതിൽ അനുച്ഛേദത്തിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ 32ഉം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 226 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ അധികാര പരിധി ഉള്ളത് റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ റിട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 5 എണ്ണമാണ് റിട്ടുകളുള്ളത്. അതിൻ്റെ കോഡാണ് CPM HQ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതായത് C ഫോർ സെർഷ്യോററി, P ഫോർ പ്രൊഹിബിഷൻ, അതേപോലെ M ഫോർ മാൻഡാമസ്. ഇനി HQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹേബിയസ് കോർപ്പസും അടുത്തത് കോവാറന്റോ ആണ് HQ എന്നതിൽ ഓർത്തു വയ്ക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എന്താന്നുള്ളത് നിയമവിധേയമല്ലാതെ തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്തതാണ് മണ്ടാമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്നതാണ് മണ്ടാമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാ മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ, വിലക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് ആ ഒരു റിട്ടിന്റെ അർത്ഥം. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ടിന്റെ അർത്ഥമാണ് നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുക എന്നതാണ് പ്രൊഹിബിഷൻ എന്ന വേർഡിന്റെ അർത്ഥം. ഇനി കോവാറന്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോ വാറന്റോ എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എന്താണ്? എന്തധികാരം എന്നതാണ് കോവാറന്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുന്ന റിട്ടാണ് കോവാറന്റോ. സെർഷ്യോററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷ്യോററി എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞു 5 റിട്ടുകളെ കുറിച്ച്. ഒന്നാമത്തെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ്? ശരീരം ഹാജരാക്കുക, യു മേ ഹാവ് ദ ബോഡി. രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ്. അടുത്തത് പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടയുക അല്ലെങ്കിൽ വിലക്കുക എന്നതാണ് പ്രൊഹിബിഷൻ.
അടുത്തതാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്തധികാരം എന്നതാണ് ആ ഒരു വേർഡിന്റെ അർത്ഥം. സെർഷോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷോററി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന പദം രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് ഇനി ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളത്തിൻ്റെയും കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് മാത്സ്. ഓക്കെ, അപ്പോൾ മലയാളം ശൈലികളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. മനം പോലെ മംഗല്യം, ഉള്ളിലിരിപ്പ് പോലെ അനുഭവം എന്നതാണ് മനം പോലെ മംഗല്യം എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഉള്ളിലിരിപ്പ് പോലെ അനുഭവം എന്നതാണ് മനം പോലെ മംഗല്യം. ഉമ്മാക്കി കാട്ടുക, വെറുതെ പേടിപ്പിക്കുക എന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് വെറുതെ പേടിപ്പിക്കുക. അഷ്ടമത്തിൽ ശനി, അതായത് വലിയ കഷ്ടകാലത്തെയാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത്, വലിയ കഷ്ടകാലം. മറുകണ്ഠം ചാടുക, അഭിപ്രായം മാറ്റുക, ചേരി മാറുക എന്നതാണ് മറുകണ്ഠം ചാടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് അഭിപ്രായം മാറ്റുക, ചേരി മാറുക. പുലിപ്പാല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഷമ്യമുള്ള കാര്യം, അതായത് ഏറ്റവും വിഷമം പിടിച്ച കാര്യത്തെയാണ് പുലിപ്പാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാളയെടുക്കുക, പാളയെടുക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനാവുക. നമ്മൾ പറയാറില്ലേ കുത്തുപാളയെടുത്തു എന്ന്, അതായത് എന്താണ് ദരിദ്രനാവുക എന്നതാണ് പാളയെടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം. പല്ലു പറിക്കുക, അതായത് ശക്തി കെടുത്തുക. അപ്പോൾ പല്ലു പറിക്കുക എന്ന മലയാളം ശൈലിയുടെ അർത്ഥമാണ് ശക്തി കെടുത്തുക എന്നതാണ് പല്ലു പറിക്കുക. പരിവട്ടം കൊള്ളുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ച് സമ്മാനം നേടുകയാണ് പരിവട്ടം കൊള്ളുക. പമ്പരം ചുറ്റിക്കുക, പരിഭ്രമിച്ച് കഷ്ടപ്പെടുത്തുക എന്നതാണ് പമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. പത്താം നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായത്. അപ്പോൾ പത്താം നമ്പർ എന്താണ്? വളരെ മോശമായതാണ് പത്താം നമ്പർ. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക എന്നതാണ് പടം കാട്ടുക എന്ന ശൈലി. പടയിലെ കുട, നിസ്സാര കാര്യമാണ് പടയിലെ കുട എന്ന് പറയുന്നത്. പടിയിലെ കുട നിസ്സാര കാര്യമാണ്, പടിയിലെ കുട നിസ്സാര കാര്യം. കറുത്ത കൊടുവേലി, കിട്ടാത്ത വസ്തുവിനെയാണ് കറുത്ത കൊടുവേലി എന്ന് പറയുന്നത്. നീലക്കൊടുവേലി അല്ല, കറുത്ത കൊടുവേലി എന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. കിട്ടാത്ത വസ്തു, കാരണം നമ്മൾ ആട് ഭീകരജീവിയല്ല എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ പറയാറുണ്ട് നീലക്കൊടുവേലി. അപ്പോൾ അതല്ല, കറുത്ത കൊടുവേലി എന്നതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയുന്നത്, കിട്ടാത്ത വസ്തു. അതേപോലെ പച്ചക്കാമദേവൻ, തികച്ചും അഴകുണ്ടെന്ന് ഭാവിക്കുന്നവനാണ് പച്ചക്കാമദേവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കള്ളന് കഞ്ഞി വെച്ചവൻ, ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവനാണ് ആരെന്ന് പറയുന്നത്, കള്ളന് കഞ്ഞി വെച്ചവൻ. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് കള്ളന് കഞ്ഞി വെച്ചവനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു ധൈര്യമായിട്ട്. ആരെയും വഞ്ചിക്കുവാൻ കഴിവുള്ളവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കള്ളനു കഞ്ഞി വെച്ചവൻ എന്ന് പറയുന്നത്. അടുത്തത് ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക എന്നതാണ് ശവത്തിൽ കുത്തുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. അവശനെ ഉപദ്രവിക്കുക. എടാ നമ്മളിത് എന്താണ് നിലവിൽ ശൈലികളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ നേരം നമ്മൾ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്ന് പറയണത്. വേറെ ഒന്നും വിചാരിക്കരുത്, നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. മനം പോലെ മംഗല്യം, ഉള്ളിരിപ്പ് പോലെ അനുഭവം. നമ്മൾ അങ്ങനെ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, ഓ മനം പോലെ മംഗല്യം പോലെ ആയല്ലോ, നീ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ നിന്റെ ഉള്ളിരിപ്പ് പോലെ തന്നെ അനുഭവം നിനക്കുണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനം പോലെ മംഗല്യം. ഉമ്മാക്കി കാട്ടുക, ഉമ്മാക്കി കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പേടിപ്പിക്കുന്നതാണ്. ഓക്കെ, അതിനെയാണ് ഉമ്മാക്കി കാട്ടുക എന്ന് പറയുന്നത്. അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടകാലത്തെയാണ് അഷ്ടമത്തിൽ ശനി. മറുകണ്ഠം ചാടുക, അഭിപ്രായം മാറ്റുക, ചേരി മാറുക എന്നതൊക്കെയാണ് മറുകണ്ഠം ചാടുക. പുലിപ്പാല് വൈഷമ്യമുള്ള കാര്യം, അതായത് വിഷമം പിടിച്ച കാര്യത്തെയാണ് പുലിപ്പാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാളയെടുക്കുക, ദരിദ്രനാവുക. പല്ലു പറിക്കുക, ശക്തി കെടുത്തുക. പരിവട്ടം കൊള്ളുക, ജയിച്ച് സമ്മാനം നേടുക. പമ്പരം ചുറ്റിക്കുക, പരിഭ്രമിച്ച് കഷ്ടപ്പെടുത്തുക. പത്താം നമ്പർ വളരെ മോശമായത്. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പടിയിലെ കുട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണ് പടിയിലെ കുട എന്ന് പറയുന്നത്.
ഇനി കറുത്ത കൊടുവേലി എന്ന് ചോദിച്ചാൽ കിട്ടാത്ത വസ്തു, പച്ചക്കാമദേവൻ തികച്ചും അഴകുണ്ടെന്ന് ഭാവിക്കുന്നവൻ, കള്ളന് കഞ്ഞി വെച്ചവൻ, ആരെയും വഞ്ചിക്കുവാൻ കഴിവുള്ളവൻ, ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് കളക്റ്റീവ് നൗൺസ് ആണ്. എ കമ്പനി ഓഫ് പാരറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് പാരറ്റിന്റെ കൂട്ടം, അതായത് തത്തയുടെ കൂട്ടത്തെയാണ് എ കമ്പനി ഓഫ് പാരറ്റ് എന്ന് പറയുന്നത്. എ മസ്റ്റർ ഓഫ് പീകോക്സ്, അതായത് മയിലിന്റെ കൂട്ടത്തെയാണ് മസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പാരറ്റിന്റെ കൂട്ടത്തെ കമ്പനി എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ പറയുന്ന തത്തകളൊക്കെ നെൽവയലിന്റെ ആ ഒരു ഭാഗത്ത് എന്താണ് കമ്പനി കൂടി വന്നിരുന്നാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അത് നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മസ്റ്റർ എന്താണ് മസ്റ്റർ ഓഫ് പീകോക്സ് എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അടുത്തത് ബ്രേസ് ഓഫ് പീജിയൻ, അതായത് പ്രാവിൻകൂട്ടത്തെയാണ് ബ്രേസ് ഓഫ് പീജിയൻ. എ വെഡ്ജ് ഓഫ് സ്വാൻസ്, അതായത് അരയന്നത്തെയാണ് വെഡ്ജ് ഓഫ് സ്വാൻസ് എന്ന് പറയുന്നത്. എ കോളനി ഓഫ് ബാറ്റ്സ്, വവ്വാലുകളുടെ കൂട്ടത്തെ കോളനി. ഓക്കെ, അതായത് വവ്വാലുകൾ കോളനികളായിട്ടാണ് വന്നെന്ന് ഓർത്താൽ മതി. എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, ഒട്ടകക്കൂട്ടത്തെയാണ് ഫ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എ പാക്ക് ഓഫ് ഡോഗ്സ്. ഓക്കെ, അപ്പോൾ ഡോഗ്സിനെ പാക്ക് എന്നാണ് പറയുന്നത്. ഡോഗിന്റെ കൂട്ടത്തെ പട്ടിക്കൂട്ടത്തെയാണ് പാക്ക് എന്ന് പറയുന്നത്. ഇനി മങ്കി, അതായത് കുരങ്ങന്റെ കൂട്ടത്തെയാണ് ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഓക്കെ, ട്രൂപ്പ് ഓഫ് മങ്കീസ്. എ പ്രൈഡ് ഓഫ് ലയൺസ്. ഓക്കെ, അതായത് എന്താണ് നിലവിൽ ലയന്റെ കൂട്ടത്തെയാണ് പ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലിറ്റർ ഓഫ് പപ്പീസ്. ഓക്കെ, അതായത് കുഞ്ഞുങ്ങളെയാണ് എന്ത് പപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്റർ ഓഫ് പപ്പീസ്. ഇനി മർഡർ ഓഫ് ക്രോസ്, അതായത് കാക്കക്കൂട്ടത്തെയാണ് മർഡർ എന്ന് പറയുന്നത്. പാർലമെന്റ് ഓഫ് ഓൾസ്, അതായത് മൂങ്ങയുടെ കൂട്ടത്തെ പാർലമെന്റ് എന്നും. ഡെൻ ഓഫ് സ്നേക്സ്, അതായത് നമ്മുടെ എന്താണ് പാമ്പിൻ കൂട്ടത്തെയാണ് ഡെൻ എന്ന് പറയുന്നത്. ഡെൻ ഓഫ് സ്നേക്ക്. അപ്പോൾ പാമ്പിന്റെ കൂട്ടത്തെ ഡെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓടിച്ചൊന്നുകൂടി പറയാം. എ കമ്പനി ഓഫ് പാരറ്റ്, എ മസ്റ്റർ ഓഫ് പീകോക്സ്, എ ബ്രേസ് ഓഫ് പീജിയൻസ്, എ വെഡ്ജ് ഓഫ് സ്വാൻസ്, എ കോളനി ഓഫ് ബാറ്റ്സ്, എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, എ ട്രൂപ്പ് ഓഫ് monkeys, എ പ്രൈഡ് ഓഫ് ലയൺസ്, എ ലിറ്റർ ഓഫ് പപ്പീസ്, എ മർഡർ ഓഫ് ക്രോസ്, എ പാർലമെന്റ് ഓഫ് ഓൾസ്, എ ഡെൻ ഓഫ് സ്നേക്സ്. ഇനി നമ്മൾ കണക്കാണ്. കണക്കിൻ്റെ അത് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ഞാൻ വരിയും നിരയും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ടെലഗ്രാമിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ അതെല്ലാവരും എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മാത്സ് നമുക്ക് പഠിക്കാനായിട്ട് ഏകദേശം ഒരു 4 ടോപ്പിക്സുകൾ കൂടിയാണുള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഈ ഒരു ആഴ്ചയോട് കൂടി തന്നെ ഇംഗ്ലീഷും മലയാളത്തിൻ്റെ നോൺ ഗ്രാമർ സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് നമ്മൾ അത്രത്തോളം കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 20 ദിവസം കൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളത്തിൻ്റെയും നോൺ ഗ്രാമർ പാർട്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള പാർട്സ്, അതായത് നമുക്ക് നിലവിൽ വരുന്ന ഈ പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും മലയാളത്തിൻ്റെ ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ, അതായത് റിവിഷൻ്റെ സമയത്ത് നമ്മൾ കോർ സബ്ജക്റ്റ് പഠിക്കും, അതിൻ്റെ കൂടെ റിവിഷനായിട്ട് GKയും പഠിച്ചാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇനി മാക്സിമം എല്ലാ ദിവസങ്ങളിലും നമ്മുടെ PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് 3 മണിക്കായിരിക്കും അതിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇനിയും പഠിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ PYQ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും ചിലപ്പോൾ കണ്ടു തീർക്കാനായിട്ടുള്ള സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ ഡിസ്കഷനിലെങ്കിലും പങ്കുചേരാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവിഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പൊന്നു മക്കളെ നിങ്ങളുടെ അടുത്ത് പറയണത്, എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് അന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏത് പോർഷനിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്, അതൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അറിഞ്ഞ് നിങ്ങൾ പഠിച്ചു പോയെങ്കിൽ മാത്രമാണ് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താനും അതേപോലെ തന്നെ റാങ്കിൽ വന്ന് ജോലി കിട്ടാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആരും ഒരു ബിസിനസ് ലെവലിലല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടണം എന്ന് അതിയായ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഈ പറയുന്ന നോട്ട്സും
അതിൻ്റെ തന്നെ റിവിഷനായിട്ട് ക്വസ്റ്റ്യൻ ബോളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മുടെ ക്ലാസ്സുകളും റിവിഷൻ സ്ട്രാറ്റജികളും എല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഒരു കള്ളമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ടുള്ള സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കും. ആ കാര്യം 100% ഗ്യാരണ്ടിയാണ്. എല്ലാവരും പറയുന്ന പോലെ ഇതൊരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.